Hi students, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അത് നമ്മുടെ ടെസ്റ്റിൽ NCERT ബുക്കിൽ 2 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ചാർജുകളെ പറ്റിയാണ് അല്ലേ. ഓക്കെ, വസ്തുക്കൾക്ക് എങ്ങനെയാണ് ചാർജ് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വസ്തുക്കൾക്ക് എങ്ങനെയാണ് ചാർജ് കിട്ടുന്നത്, ഈ സംഭവം ആദ്യമായി മനസ്സിലാക്കിയ ഗ്രീക്കുകാരാണ്. ഇപ്പം നമ്മളിപ്പോൾ സ്കെയിലൊക്കെ എടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഹെയറിൽ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ അടുത്തൊക്കെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ, പേപ്പർ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ സ്കെയിലിൻ്റെ മുകളിൽ അട്രാക്ട് ചെയ്യപ്പെടും അല്ലേ. അതിന് കാരണം ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ സ്കെയിലിന് ചാർജ് കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നത്? ഓക്കെ, സോ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, മോഡേൺ തിയറി ഓഫ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മൾ സ്യൂട്ടബിൾ ആയ 2 വസ്തുക്കളെ തമ്മിൽ റബ്ബ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. സ്യൂട്ടബിൾ ആയ 2 വസ്തുക്കൾ എടുക്കുക. സ്യൂട്ടബിൾ ആയ 2 വസ്തു ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ എടുത്ത് റബ്ബ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ സ്യൂട്ടബിൾ ആയ ഒരു പെയറാണ് ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തും. ഓക്കെ, ഇവർ തമ്മിൽ നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഇവർക്ക് ചാർജ് ഡെവലപ്പ് ചെയ്യപ്പെടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കുറേ ആറ്റംസ് ചേർന്നിട്ടാണ് അല്ലേ. എവരി സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഗ്ലാസ് റോഡിൽ ഇതിലുള്ളതായ കുറേ ആറ്റംസ് ഉണ്ടാവും, ഇതിലും ആറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ആറ്റം, ഇതിലുള്ള ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ആറ്റത്തിൽ സെൻട്രലിൽ ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, പിന്നെ ന്യൂട്രോൺ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. സോ ഇലക്ട്രോണിൻ്റെ മുകളിൽ ന്യൂക്ലിയസിലേക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടു ന്യൂക്ലിയസ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രോൺ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ അണ്ടറിലല്ലേ ഉള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു സപ്ലൈ എനർജി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇലക്ട്രോണിനെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഒരു സബ്സ്റ്റൻസിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വർക്ക് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ സബ്സ്റ്റൻസിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ മിനിമം എനർജിയാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് 2 വസ്തുക്കൾ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കൈ തന്നെ ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യപ്പെടും അല്ലേ. റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രിക്ഷൻ കാരണമാണ് അല്ലേ, റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഹീറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിന് വർക്ക് ഫംഗ്ഷൻ കുറവാണെന്ന് പറഞ്ഞ അർത്ഥം അർത്ഥം അതിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മതി. വർക്ക് ഫംഗ്ഷൻ കൂടുതലാണെങ്കിലോ അതിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി വേണം. അപ്പോൾ ഇത് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇതിൽ ഗ്ലാസ് റോഡിന് വർക്ക് ഫംഗ്ഷൻ കുറവാണ്, ഇതിന് വർക്ക് ഫംഗ്ഷൻ കുറവാണ്. സിൽക്കിന് വർക്ക് ഫംഗ്ഷൻ കൂടുതലാണ്, ഇതിന് വർക്ക് ഫംഗ്ഷൻ കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കുറച്ച് എനർജി മതി. അപ്പോൾ ഈ റബ്ബ് ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റ് എനർജി മതി. ഇവർ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്തുള്ള ഹീറ്റ് എനർജി ഇല്ലേ, ആ ഹീറ്റ് എനർജി മതി ഇതിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഇവർ റബ്ബ് ചെയ്യുന്ന സമയത്ത് രണ്ടാളും ചേർന്നിട്ടല്ലേ ഉണ്ടാവുക. ഓക്കെ, ആ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ട് ഈ വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞതിന് കുറച്ച് എനർജി പോരെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. അപ്പോൾ ആ എനർജി ഉപയോഗിച്ചിട്ട് വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കൂടിയതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നഷ്ടമായി അല്ലേ. ഇലക്ട്രോൺ ലോസ് ആയതിന് ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്തതിന് ചാർജ് നെഗറ്റീവ്. അപ്പോൾ സംഭവിച്ചത് ഇവിടെയുള്ള വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കൂടിയതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയതാണ്. സോ ഇലക്ട്രോൺസ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം സബ്സ്റ്റൻസ് ഓഫ് ലോവർ വർക്ക് ഫംഗ്ഷൻ ടു ദ സബ്സ്റ്റൻസ് ഓഫ് ഹയർ വർക്ക് ഫംഗ്ഷൻ. അതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും. അങ്ങനെ കുറേ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞാലോ ഇതിന് പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും,
ഇവിടെ അതിന് തുല്യമായ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ലോസ് ആയതിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ കിട്ടിയതിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ചാർജ് ഉണ്ടല്ലോ, ഈ ചാർജ് ആയാലും ശരി ഈ ചാർജ് ആയാലും ശരി, ഈ ചാർജിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജിനെയാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ മെറ്റീരിയലിന് ചാർജ് കിട്ടി. സോ ദ മെറ്റീരിയൽ ഈസ് ഇലക്ട്രിഫൈഡ്, ദ സബ്സ്റ്റൻസ് ഈസ് ഇലക്ട്രിഫൈഡ്, അതിന് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഇനി അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഇതിന് മെയിൻ കാരണക്കാരൻ ഫ്രിക്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റ് ഉണ്ടാവാൻ കാരണം ഫ്രിക്ഷൻ അല്ലേ? റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ ഹീറ്റ് ഉപയോഗിച്ചാണല്ലോ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയെ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും വിളിക്കും. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ റബ്ബ് ചെയ്ത് കിട്ടുന്ന ചാർജ് ഉണ്ടല്ലോ, ഇതിന് കിട്ടുന്ന ചാർജുകൾ, ഇങ്ങനെ കിട്ടുന്ന ചാർജുകൾ, റബ്ബ് ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ചാർജുകൾ ഉണ്ടല്ലോ, ഈ ചാർജ് ഈ മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യൂല. അതായത് ഇതിൽ ഈ മെറ്റീരിയലിലൂടെ ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഈ ചാർജ് മൂവ് ചെയ്യില്ല. ഈ ചാർജ് എവിടെയാണ് ഡെവലപ്പ് ആയത്? ഈ ചാർജുകൾ റസ്റ്റിലായിരിക്കും. റബ്ബ് ചെയ്ത് കിട്ടുന്ന ഈ ചാർജുകൾ റസ്റ്റിലായി, ദേ റിമെയിൻസ് അറ്റ് റസ്റ്റ്. ദേ വിൽ നോട്ട് മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തിൻ ദ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിലൂടെ കൂടെ അവർ മൂവ് ചെയ്ത് കളിക്കൂല. ചാർജ് എവിടെയാണോ അവിടെ തന്നെ റസ്റ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ സ്റ്റാറ്റിക് റസ്റ്റ് അല്ലേ. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ചാർജസ് ഡെവലപ്ഡ് ഡ്യൂ ടു റബ്ബിംഗ് വിൽ നോട്ട് മൂവ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തിൻ ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യൂല. സോ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സോ ഈ ചാർജുകളൊക്കെ റസ്റ്റിലാണ് അല്ലേ. ഈ ചാർജ് ആയാലും ശരി, ഇത് റസ്റ്റ്, റബ്ബ് ചെയ്ത് കിട്ടുന്ന ചാർജുകൾ റസ്റ്റിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ റസ്റ്റിലുള്ള ചാർജുകളെ പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇറ്റ് ഈസ് എ സ്റ്റഡി അബൌട്ട് ദ ഇലക്ട്രിക് ചാർജസ് അറ്റ് റസ്റ്റ്. റസ്റ്റിലുള്ള ചാർജസിനെ പറ്റിയുള്ള പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സൂട്ടബിളായ രണ്ട് വസ്തുക്കളെ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു വസ്തുവിലുള്ള ഇലക്ട്രോണിനെ ഒരു മെറ്റീരിയലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം ഒരു എനർജി കൊടുക്കണം. ആ എനർജീന്റെ പേരാണ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ സൂട്ടബിൾ ആയ രണ്ട് വസ്തുക്കളെ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫ്രിക്ഷന്റെ ഫലമായിട്ട് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞതിൽ നിന്ന് വർക്ക് ഫംഗ്ഷൻ കൂടിയതിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സോ ദ സബ്സ്റ്റൻസ് ഓഫ് ലോവർ വർക്ക് ഫംഗ്ഷൻ ഗെറ്റ്സ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ദാറ്റ് ഓഫ് ഹയർ വർക്ക് ഫംഗ്ഷൻ ഗെറ്റ്സ് എ നെഗറ്റീവ് ചാർജ്. ഓക്കെ, ഇങ്ങനെ റബ്ബ് ചെയ്ത് ഉണ്ടാവുന്ന ഈ ചാർജുകൾ, ദ ചാർജസ് ഡെവലപ്ഡ് ഡ്യൂ ടു റബ്ബിംഗ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഇതിനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കാൻ കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജുകളൊക്കെ റസ്റ്റിൽ തന്നെയായിരിക്കും, മെറ്റീരിയലിലൂടെ മൂവ് ചെയ്ത് കളിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിയെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചാർജുകളൊക്കെ റസ്റ്റിലാണ്. ദ സ്റ്റഡി അബൌട്ട് ദ ചാർജസ് അറ്റ് റസ്റ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ചാർജ്, സ്റ്റാറ്റിക്സ് മീൻസ് ചാർജസ് അറ്റ് റസ്റ്റ്. ചാർജസ് അറ്റ് റസ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട് വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്നത് സംഭവം ഇങ്ങനെയാണ്. ഫ്രിക്ഷന്റെ ഫലമായിട്ട് ചാർജ് കിട്ടുന്നത് ഇങ്ങനെയാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇനി വസ്തുക്കൾക്ക് ചാർജ് കിട്ടുന്ന വേറെ എന്തൊക്കെ മെത്തേഡുകളുണ്ട്? ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ, മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഇതിൽ ഈ മെത്തേഡ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ, ഇനിയുള്ളത് ചാർജിങ് ബൈ കണ്ടക്ഷനും ചാർജിങ് ബൈ ഇൻഡക്ഷനും. ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ ഓരോന്ന് നോക്കാം നമുക്ക്. അതിൽ ഫസ്റ്റ് വൺ ചാർജിങ് ബൈ ഫ്രിക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഏതാണ് വേണ്ടത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ഇതിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ വഴി എങ്ങനെയാണ് ചാർജ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്? അതായത് ഇതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണ്. ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് സ്ഫിയർ. കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ, ഇറ്റ് ഈസ് കെപ്റ്റ് ഓൺ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇതിനെ നമ്മളൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡാണ്. So a conducting sphere
kept on an insulating stand. Take a charged rod. Already charge കിട്ടിയ ഒരു റോഡ് എടുക്കുക. ഇതിന് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ എന്തോ ആവട്ടെ, തൽക്കാലം നെഗറ്റീവ് ചാർജാന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡാണ്. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ റോഡ് നമ്മളെ ലക്ഷ്യം ഇതിന് ചാർജ് കിട്ടലാണ്, ഈ സ്ഫിയറിന് ചാർജ് കിട്ടണം. അതിനുവേണ്ടി ഈ ചാർജ്ഡ് ആയ റോഡിനെ നമ്മൾ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കുക. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കണം. ഇതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണ്, കണ്ടക്ടറാണ്. ഇതിലൂടെ ചാർജിന് ഫ്ലോ ചെയ്യാൻ പറ്റും അല്ലേ, മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഇതുമായിട്ട് കണ്ടക്ടിങ് സ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വെച്ചു. സോ ഇതിലുള്ള സം ചാർജസ്, ഇത് കണ്ടക്ടർ ആണല്ലോ, സം ചാർജസ് എൻറ്റേഴ്സ് ഇൻ ടു ദ കണ്ടക്ടിങ് സ്ഫിയർ. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് തന്നെ ഇതിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ അതിന് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ പോസിറ്റീവ് ചാർജാണ് കോണ്ടാക്റ്റിൽ വെച്ചതെങ്കിൽ കോണ്ടാക്റ്റിൽ വെക്കണേ. പോസിറ്റീവ് ചാർജാണ് കോണ്ടാക്റ്റിൽ വെച്ചതെങ്കിൽ ഇതിന് പോസിറ്റീവ് ചാർജ് കിട്ടും അല്ലേ. ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ചുകൊണ്ട് ഒരു കണ്ടക്ടിങ് ബോഡിക്ക് ചാർജ് കിട്ടിക്കുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയ ചാർജിനെ നമുക്ക് ഒഴിവാക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഈ കണ്ടക്ടിങ് സ്ഫിയറിൽ നിന്ന് ഈ കിട്ടിയ ചാർജിനെ നമുക്ക് റിമൂവ് ചെയ്യണം എന്ന് വിചാരിച്ചു, ഒഴിവാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എർത്തിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം അല്ലേ. എർത്തിങ് വഴി ചാർജിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? ഓക്കെ, ഇതിവിടെ നമ്മളൊരു കണ്ടക്ടിങ് വയർ എടുക്കുക. കണ്ടക്ടിങ് വയർ എടുത്തിട്ട്, ഇതൊരു കണ്ടക്ടിങ് വയറാണ്, ഇതിനെ എർത്തിലേക്ക് ഇടുക. ഇതാണ് എർത്തിങ്ങിന്റെ സിമ്പിൾ അല്ലേ. ഇതൊരു കണ്ടക്ടിങ് വയറാണ്, ഓക്കെ. അപ്പൊ ഇതിലുള്ളത് നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലേ. ഇതിലുള്ളത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഒക്കെ ഈ വയർ വഴി എർത്തിലേക്ക് പോകും. നെഗറ്റീവ് ചാർജ് ഒക്കെ എർത്തിലേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇതിൽ ന്യൂട്രൽ ആവും. ഇനി അഥവാ ഇതിൽ പോസിറ്റീവ് ചാർജ് ആണുള്ളതെങ്കിലോ, പോസിറ്റീവ് ചാർജാണ് നമ്മളിവിടെ കോണ്ടാക്റ്റിൽ വെച്ചിട്ട് ഇതിന് പോസിറ്റീവ് ചാർജാണ് കിട്ടിയതെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിൽ പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിലോ, എർത്തിൽ നിന്ന് ആവശ്യത്തിന് നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും, എർത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് എർത്തിലേക്ക് പോകും. ഇനി ഇതിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എർത്തിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ മൊത്തം ന്യൂട്രൽ ആക്കും. എങ്ങനെയായാലും പോസിറ്റീവ് ചാർജ് ആയാലും നെഗറ്റീവ് ചാർജ് ആയാലും എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ന്യൂട്രൽ ആക്കപ്പെടും ബോഡി, കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ, യെസ്. അടുത്ത ചാർജിങ്ങിന്റെ അടുത്ത മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഓക്കെ. ചാർജിങ് ബൈ കണ്ടക്ഷനിൽ നമ്മൾ എന്താ ചെയ്തേ, ചാർജ്ഡ് ബോഡിയെ നമ്മൾ കണ്ടക്ടിങ് സ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വെച്ചിട്ടുണ്ട് അല്ലേ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ കോണ്ടാക്റ്റിൽ വെക്കേണ്ട ആവശ്യമില്ല, അടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു കണ്ടക്ടിങ് ബോഡിന്റെ പ്രത്യേകത, ഒരു കണ്ടക്ടർ ആകുമ്പോൾ ഇതൊരു കണ്ടക്ടിങ് ബോഡി എന്ന് വെച്ചോ. കണ്ടക്ടേഴ്സിൽ നമുക്കറിയാം ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഫ്രീ ഇലക്ട്രോൺസ് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ദേ ആർ ഫ്രീ ടു മൂവ് ഓവർ ദ സർഫസ് അല്ലേ. സർഫസിലൂടെ ദേ ആർ ഫ്രീ ടു മൂവ്. ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ കുറെ മൂവ് ചെയ്യുന്ന, റാൻഡമായിട്ട് മൂവ് ചെയ്യുന്ന ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും കണ്ടക്ടേഴ്സ് അല്ലേ. അപ്പൊ ഇതില് ഇതൊരു കണ്ടക്ടിങ് സ്ഫിയർ ആണ്. കണ്ടക്ടിങ് സ്ഫിയർ കെപ്റ്റ് ഓൺ ആൻ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇതിനെ ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് മുകളിൽ വെച്ചു. ടേക്ക് എ ചാർജ്ഡ് റോഡ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉള്ള ഒരു റോഡ് എടുക്കുക. ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. ഇത് കണ്ടക്ടിങ് സ്ഫിയർ ആണ്. കണ്ടക്ടിങ് സ്ഫിയർ ആകുമ്പോൾ ഈ റോഡ് നെഗറ്റീവ്ലി ചാർജ് റോഡ് എടുത്തിട്ട് ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ ദ കണ്ടക്ടിങ് സ്ഫിയർ. കണ്ടക്ടിങ് സ്ഫിയറിന്റെ അടുത്ത് വെക്കുക. കെപ്റ്റ് നിയർ ദ കണ്ടക്ടിങ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പൊ ഇത് അതിലുള്ള നമ്മൾ പറഞ്ഞു ഇപ്പോൾ കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? ഈ ഫ്രീ കണ്ടക്ടേഴ്സിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. നെഗറ്റീവ് റിപ്പൽ ചെയ്യും. സോ ഫ്രീ ഇലക്ട്രോൺസ്
ഈ നിയർ സൈഡിൽ നിന്ന്, അതായത് ചാർജ് റോഡിന്റെ ഈ നിയർ സൈഡിൽ നിന്ന് ഫാർദർ സൈഡിലേക്ക് മൂവ് ചെയ്യപ്പെടും ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺ ലോസ് ആയി, ഇവിടെയാണ് ഗെയിൻ ആയത് അല്ലേ. സോ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും, ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ചാർജസിനെയാണ് ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് വിളിക്കുന്നത്. ഇൻഡ്യൂസ്ഡ് ചാർജസ്. അപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക, ഒരു ചാർജുള്ള ഒരു ബോഡിയുടെ അടുത്ത് ഒരു കണ്ടക്ടിങ് ബോഡി വെച്ചാൽ തീർച്ചയായും ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഈ കളി കാരണം ഇതിൽ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഡെവലപ്പ് ചെയ്യപ്പെടും. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാലോ വീണ്ടും ഇവിടെ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, ഇൻഡ്യൂസ്ഡ് ചാർജസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഇതിന് തുല്യമായ നെഗറ്റീവ് ചാർജസ് ഇവിടെയും ഡെവലപ്പ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഈ കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജസ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, നമ്മളെ റോഡ്, നെഗറ്റീവ് ചാർജുള്ള റോഡ് ഇവിടെയുണ്ട്. ഓക്കെ, ഈ ഫാർദർ സൈഡിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട ഈ നെഗറ്റീവ് ചാർജിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എർത്ത് ചെയ്യുന്നു. ഒരു കണ്ടക്ടിങ് വയർ വഴി നമ്മൾ എർത്ത് ചെയ്തു, ഈ ഭാഗം നമ്മൾ എർത്ത് ചെയ്തു. ഓക്കെ, ഈ സൈഡ് നമ്മൾ എർത്ത് ചെയ്തു. എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഭാഗം എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ചാർജസ് ആണല്ലോ. നെഗറ്റീവ് ചാർജസ് നമ്മൾ പറഞ്ഞു ഈ കണ്ടക്ടിങ് വയർ വഴി ഓക്കെ എർത്തിലേക്ക് ഫ്ലോ ചെയ്യപ്പെടും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജും ന്യൂട്രൽ ആവണ്ടേ. അപ്പൊ അതിനുവേണ്ടി എന്തായാലും സംഭവിക്കുക, എർത്തിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരും ന്യൂട്രൽ ആക്കാൻ വേണ്ടി അല്ലേ. പക്ഷെ ഇവിടെ നെഗറ്റീവ് ചാർജ് റോഡ് ഉണ്ടല്ലോ. നെഗറ്റീവ് ചാർജ് റോഡ് ഈ ഫ്രീ ഇലക്ട്രോൺസിനെ നോട്ട് ഫ്രീ, ഈ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും. സോ അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ന്യൂട്രൽ ആവപ്പെടൂല, കാരണം ഈ റോഡ് ഇവിടെ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജസ്, ഇൻഡ്യൂസ്ഡ് ആയ പോസിറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്തത് ഇവിടെ നിർത്തും. കാരണക്കാരൻ ഈ റോഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്തിങ് ഈസ് റിമൂവ്ഡ്. എർത്തിങ് ഒഴിവാക്കുന്നു. ഇവിടെയുള്ള എർത്തിങ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജുള്ള റോഡ് ഇവിടെ ഉണ്ട്, ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ്, ഇൻഡ്യൂസ്ഡ് ആയ പോസിറ്റീവ് ചാർജസും ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജസിനെ നമ്മൾ എർത്തിങ് വഴി റിമൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ പോസിറ്റീവ് ഇൻഡ്യൂസ്ഡ് ആയ പോസിറ്റീവ് ചാർജസ് ഒക്കെ ഈ ഭാഗത്തേക്ക് നിൽക്കാൻ കാരണം ഈ റോഡ് ഉള്ളത് കൊണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ റോഡ് സപ്പോസ് ഇറ്റ് ഈസ് ടേക്കൺ അവേ, ദ റോഡ് ഈസ് ടേക്കൺ അവേ, റോഡ് എടുത്ത് മാറ്റി, റോഡ് ഈസ് ടേക്കൺ അവേ. അങ്ങനെയാകുമ്പോൾ ഇതൊരു കണ്ടക്ടിങ് ബോഡി അല്ലേ. അങ്ങനെയാകുമ്പോൾ റോഡ് എടുത്ത് മാറ്റി എന്ത് സംഭവിക്കും? ദീസ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ചാർജസ് എല്ലാ ഭാഗത്തേക്കും യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യപ്പെടും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും ഈ റോഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ലാസ്റ്റ് പോസിറ്റീവ് ചാർജ് കിട്ടി. ഇങ്ങനെ ചാർജ് കിട്ടുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇങ്ങനെ ചാർജ് കിട്ടുന്ന മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ ഇതിലുണ്ടാകുന്ന ചാർജസിന്റെ പേരെന്താ? ഇൻഡ്യൂസ്ഡ് ചാർജസ് അല്ലേ. ഇൻഡ്യൂസ്ഡ് ചാർജസ്. ഇത് കാരണമാണ്, ഈ റോഡ് കാരണമാണ് ഇതിനകത്ത് ഇൻഡ്യൂസ്ഡ് ചാർജസ് ഉണ്ടായത് അല്ലേ. അപ്പൊ ഇതിന്റെ പേരാണ് ഇൻഡ്യൂസിങ് ചാർജ്. ഈ ചാർജിന്റെ പേരാണ് ഇൻഡ്യൂസിങ് ചാർജ്. ഇൻഡ്യൂസിങ് ചാർജ് ഇതിലുണ്ടായ ഇതിന്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജ്. ഇൻഡ്യൂസ്ഡ് ചാർജ്, ഇൻഡ്യൂസ്ഡ് ചാർജ്. ഇത് കാരണമാണ് ഇതിൽ ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടായത്. ഇതിന്റെ പേര് ഇൻഡ്യൂസിങ് ചാർജ്, ഇതിന്റെ പേര് ചാർജിന്റെ പേര് ഇൻഡ്യൂസ്ഡ് ചാർജ്. ഈ ഇൻഡ്യൂസ്ഡ് ചാർജ് ഞാൻ ക്യൂ ഡാഷ് എന്ന് എടുക്കുന്നു. ക്യൂ ഡാഷ്. ഇൻഡ്യൂസിങ് ചാർജ് ക്യൂ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 1 - 1/k എന്നാണ്. ഇൻഡ്യൂസ്ഡ് ചാർജ് ഈക്വൽ ടു ഇൻഡ്യൂസിങ് ചാർജ് ഇൻറ്റു 1 - 1/k. ഇതിൽ കെയുടെ പേര് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ ബോഡി.
കെ ഈസ് കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ മെറ്റൽസിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓരോ മെറ്റീരിയലിന് ഓരോ വാല്യൂ ആണ്. ഓക്കെ, മെറ്റൽസിന് പൊതുവെ കണ്ടക്ടേഴ്സ് ഫോർ മെറ്റൽസ് കെ ഇൻഫിനിറ്റി ആണ്. കെ ഈസ് ഇൻഫിനിറ്റി ഫോർ കണ്ടക്ടേഴ്സ് ഓർ മെറ്റൽസ്. മെറ്റൽസിന് കെന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ 1/∞ വരും. സോ ഇത് 0 ആവും. ദർഫോർ ക്യൂ ഡാഷ് ഈക്വൽ ടു ക്യൂ ആയിരിക്കും മെറ്റൽസിന്, കണ്ടക്ടേഴ്സിന്. ഇത് 1/∞ 0 വരും. ഇപ്പോൾ ക്യൂ എ ഉണ്ടാവും. അതായത് മെറ്റൽസ് ആവുമ്പോൾ ഇൻഡ്യൂസിങ് ചാർജിന് ഈക്വലായ ഇൻഡ്യൂസ്ഡ് ചാർജസ് ഡെവലപ്പ് ചെയ്യും. ഇൻഡ്യൂസിങ് ചാർജിന് ഈക്വലായ ഇൻഡ്യൂസ്ഡ് ചാർജ് ഡെവലപ്പ് ചെയ്യും ഫോർ കണ്ടക്ടേഴ്സ് ഓർ മെറ്റൽസ്. ഓക്കെ, ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ് ഇസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. എന്താ ചെയ്യേണ്ടത്? ഒരു കണ്ടക്ടിങ് ബോഡിയുടെ അടുത്ത് ചാർജ് ഉള്ള ഒരു ബോഡിനെ ഇറ്റ് ഈസ് കെപ്റ്റ് നിയർ ദ കണ്ടക്ടിങ് ബോഡി. അപ്പോൾ ഇതിലുള്ള ഫ്രീ ഇലക്ട്രോണിന്റെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിന്റെ ഫലമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഉണ്ടാവും. ഈ ഇവിടെയുള്ള ചാർജിനെ എർത്തിങ് വഴി ഒഴിവാക്കുക. അപ്പോൾ ഇത് ഇങ്ങോട്ട് തന്നെ ഇതിന്റെ കൂടെ നിൽക്കും. ഇതും കൂടി അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എർത്തിങ് റിമൂവ് ചെയ്ത് ഇതും കൂടി അങ്ങ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ദിസ് മെത്തേഡ് ഓഫ് ചാർജിങ് ഈസ് കോൾഡ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് properties of charges, basic properties of charges. First one, quantization of charges. ഇപ്പോൾ നമ്മൾ പിന്നെ രണ്ട് ബോഡീസ് തമ്മിൽ ഇപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന്റെ പേരാണ് ബേസിക് ചാർജ് അല്ലേ. ഇലക്ട്രോണിന്റെ ചാർജിനെ നമ്മൾ ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1.6 × 10⁻⁻⁹ കൂളംബാണ്. ഇസ് കോൾഡ് ബേസിക് ചാർജ്. ഡിനോട്ടഡ് ബൈ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. ഇത് തന്നെയാണ് പ്രോട്ടോണിന്റെയും ചാർജ്, ഇതേ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അപ്പൊ നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ പറഞ്ഞു ഒന്നിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. ഇതിൽ നിന്ന് ഇലക്ട്രോൺ അപ്പോൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പൊ ഇവിടെയുള്ള ചാർജ് +E, ഇവിടെയുള്ള ചാർജ് -E. ഒരു ഇലക്ട്രോൺ കൂടി ചാർജ് ചെയ്താലോ, ഒരു ഇലക്ട്രോൺ കൂടി ട്രാൻസ്ഫർ ചെയ്താലോ, ഒരു +E കൂടി. അപ്പൊ ഇവിടെ ചാർജ് +2E ആയി. +2E അവിടെ എന്തായി? -2E ആയി. അപ്പൊ 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താലോ ഇവിടെ +10E. എന്ന് പറഞ്ഞാൽ ഇതാണ് വാല്യൂ. +10E അവിടെ -10E. അങ്ങനെയാണ് n നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്താലോ ഇതിന്റെ ചാർജ് +NE, ഇതിന്റെ ചാർജ് -NE. അതായത് ടോട്ടൽ ചാർജ്. സോ n is the number of electron transferred. ഓക്കെ, സോ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഒന്നിൽ +NE മറ്റേ -NE. സോ +or-NE ആയിരിക്കും. ഓക്കെ, n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി. ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു, അതാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇന്റെ പേരാണ് ബേസിക് ചാർജ്. സോ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ഈക്വൽ ടു ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ്. ഇതിൽ n എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ആണ്. ഇപ്പൊ n 0 ആണെന്ന് വിചാരിച്ചു. n 0 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയിട്ടില്ല. അപ്പൊ n 0, സോ ചാർജ് 0. ഇപ്പൊ 10 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയാൽ n 10. n ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ല. n = 1.2 അല്ലെ, n = 5.6. ഇങ്ങനെ ഫ്രാക്ഷൻസ് ഒന്നും വരില്ല. ഇറ്റ്സ് 1, 2, 3, 4 എക്സെട്ര. കാരണം നമ്പർ അല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രോൺ അല്ലേ, അത് ഫ്രാക്ഷൻസ് ആയിട്ട് വരില്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെയായിരിക്കും ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചാർജ് തന്നു. Q = 3 × 10⁻⁻⁹ കൂളംബ്. ഇങ്ങനെ ഒരു ചാർജ് തന്നു. ഇങ്ങനെ ഒരു ചാർജ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യൂല. കാരണം എന്താണ്? സോറി, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു 2.4 എടുക്കുന്നു. 2.4 × 10⁻⁻⁹ കൂളംബ്. കാരണം എന്താണ്? ഇങ്ങനെയല്ലേ ചാർജ് തന്നത്. n ഒരിക്കലും ഫ്രാക്ഷൻസ് ആയിട്ട് വരാൻ പാടില്ല. ഓക്കെ, സോ n = ± വിട്, ഒന്നിന് +NE മറ്റേന് -NE അല്ലേ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ Q = NE എന്ന് എടുത്താൽ മതി. സോ n = എന്താ വരിക? Q/E എന്ന് വരും. n = Q/E എന്ന് വരും. Q എത്രയാണ് തന്നിരിക്കുന്നത്? Q തന്നിരിക്കുന്നത് 2.4 × 10⁻⁻⁹ ആണ്. E എന്ന് പറയുന്നത് 1.6 × 10⁻⁻⁹ ആണ്.
ഇത് കട്ടായി. ഇത് ചെയ്താൽ n ഈക്വൽ ടു 3/2 1.5 ആണ് വരിക. അപ്പോൾ n ഫ്രാക്ഷൻസ് കിട്ടിയില്ലേ? ഇത് പോസിബിൾ അല്ല. സോ ഇങ്ങനെ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു ചാർജ് ഉണ്ടാവില്ല. ഓക്കെ, ചാർജ് എപ്പോഴും ഒരു ബോഡിയിലുള്ള ചാർജ് എന്ന് പറഞ്ഞത് എപ്പോൾ n × e ഫോമിലായിരിക്കും. n × e ഫോം. അതിൽ തന്നെ n എന്ന് പറയുന്നത് 0 1 2 3 ആ രൂപത്തിലാണ് വരിക. ഫ്രാക്ഷൻസ് വരാൻ പാടില്ല. n ഫ്രാക്ഷൻസ് വരാൻ പാടില്ല. ഓക്കെ, ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് പറയുന്നത്. അടുത്തത് കൺസർവേഷൻ ഓഫ് ചാർജസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജസ്. ഇതെന്താ പറഞ്ഞാൽ ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജസിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, പക്ഷെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനല്ലേ ഇവിടെ സംഭവിച്ചത്. ഇവിടെയുള്ള ഇലക്ട്രോൺ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതല്ലേ, അല്ലാതെ ഇവിടെയുള്ള ഇലക്ട്രോൺ നശിച്ചു പോയോ? ഇല്ലല്ലോ. ഇവിടെയുള്ള പോയ ഇലക്ട്രോൺ മറ്റേതിലുണ്ട്. ഓക്കെ, അതായത് ചാർജസിനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ റബ്ബിങ്ങിന്റെ മുന്നേ ടോട്ടൽ ചാർജ് എത്ര? ഇതിനും ചാർജ് ഇല്ല, അതിനും ചാർജ് ഇല്ല. ടോട്ടൽ ചാർജ് 0 ആണ്. ടോട്ടൽ ആണേ പറയണ്ടേ, ടോട്ടൽ രണ്ടിനും കൂടി ആഡ് ചെയ്യണം. ടോട്ടൽ ചാർജ് 0 ആണ് ബിഫോർ റബ്ബിങ് രണ്ടിനും ചാർജ് ഇല്ല. ആഫ്റ്റർ റബ്ബിങ്ങോ? ആഫ്റ്റർ റബ്ബിങ്ങും ടോട്ടൽ ചാർജ് കാണണേ. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണം. ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ ഒന്നിന് പ്ലസ് n അല്ലെ, n ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതിന് ഒന്നിന് പ്ലസ് n, മറ്റേതിന് മൈനസ് n. ഇപ്പൊ രണ്ട് ആഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ ടോട്ടൽ ചാർജ് ബിഫോർ റബ്ബിങ്ങും ടോട്ടൽ ചാർജ് ഒന്നിന്റെ ചാർജ് അല്ല, ടോട്ടൽ ചാർജ് ആഫ്റ്റർ റബ്ബിങ് എത്രയാണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ ബിഫോർ റബ്ബിങ് ടോട്ടൽ എത്രയാണോ അത് തന്നെയാണ് ആഫ്റ്റർ റബ്ബിങ്. ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും. ടോട്ടൽ ചാർജ് അല്ലാണ്ട് ഒന്നിന്റെ ചാർജ് അല്ല, ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇപ്പൊ ബിഫോർ റബ്ബിങ് ടോട്ടൽ ചാർജ് 0 ആണ്. ആഫ്റ്റർ റബ്ബിങ്ങും രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ് 0 ആവും. ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും ടോട്ടൽ ചാർജ്. അടുത്തത് നെക്സ്റ്റ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. അതായത് ഇവിടെ ഇപ്പോ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഒരു Q1 ചാർജ് ഉണ്ട്, Q1. ഇവിടെ -Q2 ചാർജ് ഉണ്ട്. അവിടെ ഉള്ളത് നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിച്ചോ. ഇവിടെ +Q3, ഇവിടെ -Q4, -Q5, ഇങ്ങനെ ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇങ്ങനെയൊക്കെ ചാർജസ് ഉണ്ട്. അഡിറ്റിവിറ്റി പറയുന്നത് ചാർജുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഓൾജിബ്രിക് സം എടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈന് നോക്കണം. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ സൈന് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് എന്ന് വെച്ചാൽ Q1 + -Q2 + Q3 + -Q4 + -Q5. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ ഓൾജിബ്രിക് സം എടുക്കണം, സൈന് കൺസിഡർ ചെയ്യണം. ടോട്ടൽ ചാർജ് ഈക്വൽ ടു ദ ഓൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ചാർജസ് ആർ അഡിറ്റീവ് ബട്ട് ഓൾജിബ്രിക് സം എടുക്കണം. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്, ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ സൈന് കൺസിഡർ ചെയ്യണം. ഓക്കെ, യെസ്. അടുത്തത് ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. അതായത് പ്ലസും ലൈക്ക് ചാർജസ് അല്ലേ, റിപ്പൽ ചെയ്യും. മൈനസും ലൈക്ക് ചാർജസ് ആണ്, ഒരേപോലെയാണ്, റിപ്പൽ ചെയ്യും. പ്ലസും മൈനസും അൺലൈക്ക് ചാർജസ് ആണ്, അട്രാക്ട് ചെയ്യും. ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. നെക്സ്റ്റ് ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാരിയന്റ്. ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാരിയന്റ്. അതായത് ഇപ്പോൾ ഒരു ചാർജ് ഇപ്പോൾ 2 കുളമ്പ് ചാർജ് വെറുതെ വിചാരിക്കും. അത് റെസ്റ്റിലായാലും അത് 2 കുളമ്പാണ്. അത് മോഷനിലായത് കൊണ്ട് ഇപ്പോൾ അത് മോഷനിലായി എന്ന് വിചാരിച്ചോ, മോഷനിലായാലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുമൊന്നുമില്ല. ചാർജ് 2 കുളമ്പാണെങ്കിൽ അത് 2 കുളമ്പ് തന്നെയാണ്. എത്ര സ്പീഡിൽ മൂവ് ചെയ്താലും ചാർജ് ഇൻവാരിയന്റ് ആണ്. എന്നാൽ ചാർജ് റെസ്റ്റിലുള്ള ചാർജ് തന്നെയാണ് മൂവ് ചെയ്താലുള്ള ചാർജ്. മൂവ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ചാർജ് മാറുമൊന്നുമില്ല. അതാ ചാർജ് അറ്റ് റെസ്റ്റ് ഈക്വൽ ടു ചാർജ് ഇൻ മോഷൻ. അതാ ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവാരിയന്റ്. ഇനി ചാർജ് റെസ്റ്റിലാണെങ്കിൽ
അതിന് ചുറ്റും ഉണ്ടാകുന്ന ഫീൽഡാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെയാണ് ഈ ചാപ്റ്ററിൽ അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുള്ളത്, ജസ്റ്റ് പറഞ്ഞു വെക്കുന്നതാണ്. റെസ്റ്റിലാണെങ്കിൽ അതിന് ചുറ്റും ഉള്ള ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡാണ്. മൂവിങ് ചാർജ് ആണെങ്കിൽ, ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ, മൂവിങ് ചാർജ് ആണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ദർ വിൽ ബി ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് മൂവ് ചെയ്താൽ മൂവിങ് ചാർജ് പ്രൊഡ്യൂസേഴ്സ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് റെസ്റ്റിലാണെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവൂ. ഇനി ചാർജ് മൂവ് ചെയ്യുന്നു, അതിന് ആക്സലറേഷൻ ഉണ്ട്, ആക്സലറേറ്റഡ് ചാർജ്. ചാർജിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അത് EM വേവ് ചാപ്റ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. മൂവിങ് ചാർജസിനെ പറ്റിയിട്ട് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പഠിക്കുക. കാരണം ചാർജ് മൂവ് ചെയ്താലല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, അത് വേറെ ചാപ്റ്ററാണ്. ഈ ആക്സലറേറ്റഡ് ചാർജിന് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റേഡിയേറ്റ് എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ എമിറ്റ് ചെയ്യും. ഇറ്റ് വിൽ റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അത് EM വേവ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അങ്ങനെല്ലാം ഓരോ ചാപ്റ്ററിൽ വരും ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ചാർജിന്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോഴേ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ് ഉണ്ടല്ലോ. അതായത് ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് N/E ഫോമിലായിരിക്കുന്നു. അതിൽ N എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് അല്ലേ? ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇത് ബോർഡ് എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടക്ടർ ഹാസ് എ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജാണ്, നെഗറ്റീവ് ചാർജാണ് ഇത്. നെഗറ്റീവ് ചാർജ് തന്നിരിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത് 4.8 × 10⁻⁻17 കുളമ്പാണ് അതിന്റെ ചാർജ്, ആ ബോഡിന്റെ ചാർജ് ആയത്. നെഗറ്റീവ് ചാർജ് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എടുത്തായി 4.8 × 10⁻⁻17. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് എക്സസ് ഇലക്ട്രോൺ, അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ കാണാൻ. സോ Q = NE എടുക്കുക. സോ N = Q/E ആയിരിക്കും. Q 4.8 × 10⁻⁻17 ആണ്. E 1.6 × 10⁻⁻19 ആണ്. സോ ഇത് കട്ട് ചെയ്താൽ 3 വരും. സോ N = 3 × ഇത് 10⁻⁻19 ന്യൂമറേറ്ററിലേക്ക് 10⁻19 ആയി. ആ 19ഉം -17ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10⁻2 വരും. സോ ഇത് 300 വരും, 300 ഇലക്ട്രോൺസ്. സോ N = 300 എക്സസ് ഇലക്ട്രോൺസ് ഉണ്ടാവും അതിനകത്ത്. ഓക്കെ, എക്സസ് ഇലക്ട്രോൺ എന്ന് പറയാൻ കാരണം ഇത് നെഗറ്റീവ് ചാർജ് അല്ലേ. നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അല്ലേ. നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക എക്സസ് ആയിട്ട് ഇലക്ട്രോൺ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഇത്രയും എക്സസ് ഇലക്ട്രോൺ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ടാണ് ഇത്രയും ചാർജ് അതിന് ഉണ്ടായത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നമ്മളെ NCERT ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂൾ ഫൗണ്ട് ടു ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ്. പോളിത്തീനും വൂളും തമ്മിലാണ് റബ്ബ് ചെയ്തത്. ഇത് വൂളാന്ന് വിചാരിച്ചോ, ഇത് പോളിത്തീനാണ്. റബ്ബ് ചെയ്തത് പോളിത്തീനും വൂളും തമ്മിലാണ്. പോളിത്തീൻ പീസ് റബ്ബഡ് വിത്ത് വൂൾ ഹാവ് ഫൗണ്ട് ടു എ നെഗറ്റീവ് ചാർജ്. പോളിത്തീനിന് നെഗറ്റീവ് ചാർജാണ്, ഇതിന് കിട്ടിയത് നെഗറ്റീവ് ചാർജാന്ന് അർത്ഥം. പോളിത്തീനാണ് നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിന് നെഗറ്റീവ് ചാർജ് എത്ര കിട്ടിയിരിക്കുന്നത്? ചാർജ് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആണ് എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 3 × 10⁻⁻7 ആണ്. അപ്പോൾ ഇതിനല്ലേ നെഗറ്റീവ് ചാർജ് കിട്ടിയത്. ഇതിന് നെഗറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തത് വൂളിൽ നിന്ന് പോളിത്തീനിലേക്കായിരിക്കും, അങ്ങോട്ടേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ അതിന് നെഗറ്റീവ് കിട്ടും, ഇതിന് പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇതിനായിരിക്കും വർക്ക് ഫംഗ്ഷൻ കുറവ്, ഇതിനായിരിക്കും വർക്ക് ഫംഗ്ഷൻ കൂടുതൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഫ്രം വിച്ച് ടു വിച്ച്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ പോളിത്തീൻ ആണല്ലോ നെഗറ്റീവ് കിട്ടിയത്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തത് വൂൾ ടു പോളിത്തീൻ ആയിരിക്കും, ഫ്രം വൂൾ ടു പോളിത്തീൻ ആയിരിക്കും. അതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺ എങ്ങനെ കാണാം? N = എന്താ ഫോർമുല? N = Q/E ആണല്ലോ. സോ Q എത്രയാ? 3 × 10⁻⁻7 ഡിവൈഡ് ബൈ E 1.6 × 10⁻⁻19. ഇത് ഡിവൈഡ് ചെയ്താൽ 1.8 ആണ് ഓൾമോസ്റ്റ് കിട്ടുക, 1.8. ഇത് ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ +19 ആയി, അപ്പോൾ 10⁻12 വരും. സോ N ഫ്രാക്ഷൻസ് ആയില്ലേ, N ഫ്രാക്ഷൻ വന്നില്ലേ, 1.8 വന്നില്ലേ. ഇത് പോസിബിൾ ആണോ? അല്ലെന്നല്ലേ നേരത്തെ പറയാം, അങ്ങനെയല്ലല്ലോ. 1.8 × 10⁻12 ഉണ്ട്. അപ്പോൾ ഇത് 12 പ്ലേസ് അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ 1 8ഉം പിന്നെ 11 സീറോസും വരും അല്ല, അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ വലിയൊരു നമ്പർ ആയിരിക്കും. ഫ്രാക്ഷൻസ് ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്, ഫ്രാക്ഷൻ അല്ലല്ലോ ഇത്, ഹോൾ നമ്പർ അല്ലേ. ഓക്കെ, ഇത് മാത്രം നോക്കിയിട്ട് ഫ്രാക്ഷൻ ആണെന്ന് പറയരുത്, ഇതിൻ്റെ കൂടെ ഇതും കൂടി ചേർക്കണം. 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആവും ഫ്രം വൂൾ ടു പോളിത്തീൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ
എനി ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. വൂളിൽ നിന്ന് പോളിത്തീനിലേക്ക് മാസ് ട്രാൻസ്ഫർ ഉണ്ടോ? ഉണ്ടല്ലോ. കാരണം ഇത് ഇലക്ട്രോൺ അല്ലേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോണിന് ഒരു മാസ് ഇല്ലേ? ഇത്രയും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ലേ? അപ്പൊ ഇലക്ട്രോണിന് ഒരു മാസ്, അത്രയും ചെറിയ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിനൊരു മാസ് ഇല്ലേ? അപ്പൊ അത്രയും മാസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി എന്നല്ലേ അർത്ഥം. എന്ന് പറഞ്ഞാൽ വൂളിനാണ് ഇലക്ട്രോണിന്റെ നഷ്ടമാകുന്നത്. അപ്പൊ വൂളിന് അത്രയും മാസ് കുറയും, അത്രയും ഇലക്ട്രോണിന്റെ മാസ് കുറയും വൂളിന്, അത്രയും ഇലക്ട്രോണിന്റെ മാസ് കിട്ടും പോളിത്തീന്. അതായത് ഇത് നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് മാസ് ലൈറ്റായിട്ടൊന്ന് കുറയും, സ്ലൈറ്റ് ഡിക്രീസ് ഇൻ മാസ്. ആർക്ക്? വൂളിന്. ഇതിന് ഇലക്ട്രോണിനെ ലഭിക്കും. അപ്പോൾ ദർ ഇസ് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ മാസ് പോളിത്തീനിന്. യെസ്, ദർ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ. കാരണം വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അപ്പോൾ വൂളിന് ഇലക്ട്രോണിന്റെ നഷ്ടമായി, അത്രയും മാസ് ഇവിടെ കുറഞ്ഞു വൂളിന്, അത്രയും ഇലക്ട്രോണിന്റെ മാസ് കുറഞ്ഞു, അത്രയും കിട്ടി പോളിത്തീനിന്. സോ മാസ് ട്രാൻസ്ഫർ ഉണ്ട് ഫ്രം വൂൾ ടു പോളിത്തീൻ. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.